നമസ്കാരം. ബീട്രൂട്ട് കഴിച്ചാൽ ആരോഗ്യത്തോടൊപ്പം രോഗപ്രതിരോധ ശേഷിയും നേടാം. എങ്ങനെയാണെന്ന് നോക്കാം. ഭക്ഷ്യവസ്തു എന്നതിലുപരി ബീട്രൂട്ട് ഒരു ഔഷധമാണ്. പണ്ട് മുതൽ തന്നെ ബീട്രൂട്ട് ഒരു ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ബീട്രൂട്ടിൽ പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അയൺ, ഫോളിക് ആസിഡ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, നാരുകൾ, ആൻറ്റി ഓക്സിഡൻറ്റ്സ്, വൈറ്റമിൻ എ, ബി, സി എന്നിങ്ങനെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ചർമ്മ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാം. ബീട്രൂട്ടിന് ആകർഷകമായ നിറം നൽകുന്ന ബീറ്റാസിയാനിൻ എന്ന ഘടകത്തിന് ചിലതരം ക്യാൻസറുകളെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബീട്രൂട്ടിലെ നാരുകൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും മലബന്ധത്തിനും പരിഹാരമാണ്. ബീട്രൂട്ടിലെ ഗ്ലൂട്ടാമിൻ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. കൊളസ്ട്രോൾ കുറയ്ക്കാനും നാരുകൾ സഹായിക്കും. ബീട്രൂട്ട് ജ്യൂസിന് BP കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ബീട്രൂട്ടിലെ നൈട്രേറ്റാണ് BP കുറയ്ക്കാൻ സഹായിക്കുന്നത്. ലണ്ടനിലെ ക്യൂൻ മേരി യൂണിവേഴ്സിറ്റിയിൽ നടന്ന പഠനത്തിൽ ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചവരിൽ മണിക്കൂറുകൾക്കുള്ളിൽ BP നിയന്ത്രണ വിധേയമായതായി കണ്ടെത്തി. ബ്രിട്ടീഷ് ഹാർട്ട് അസോസിയേഷൻ്റെ സഹായത്തോടെ നടന്ന ഗവേഷണത്തിൻ്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ജേണൽ ഓഫ് ഹൈപ്പർടെൻഷനിലാണ്. ഓർമ്മക്കുറവ് പരിഹരിക്കാനുള്ള കഴിവ് ബീട്രൂട്ട് ജ്യൂസിനുണ്ടെന്ന് ചില പഠനങ്ങൾ പറയുന്നു. നോർത്ത് കരോളിനയിലെ വേക്ക് ഫോറസ്റ്റ് സർവകലാശാലയിലെ ഗവേഷകർ വാർദ്ധക്യത്തിൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നത് ഓർമ്മക്കുറവുണ്ടാക്കും എന്ന് കണ്ടെത്തി. ബീട്രൂട്ട് ജ്യൂസ് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിച്ച് ഓർമ്മ നഷ്ടപ്പെടുത്തുന്ന ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങളെ തടയും. ബീട്രൂട്ടിൽ ഉയർന്ന അളവിൽ നൈട്രേറ്റ് ഉണ്ട്. രക്തക്കുഴലുകൾ കൂടുതൽ വികസിപ്പിക്കാനും രക്തയോട്ടം വർദ്ധിപ്പിച്ച് ഓക്സിജൻ കുറവുള്ള ഭാഗങ്ങളിൽ അത് എത്തിക്കാനും നൈട്രേറ്റ് സഹായിക്കും. ശരീരത്തിന് ഊർജവും ശക്തിയും പ്രദാനം ചെയ്യാൻ ഇവയ്ക്ക് ശേഷിയുണ്ടെന്ന് നിരവധി പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. കായിക താരങ്ങൾക്ക് ബീട്രൂട്ട് മികച്ച ഭക്ഷണമാണ്. ബീട്രൂട്ടിൽ നൈട്രേറ്റ് ശരീരത്തിൽ വെച്ച് നൈട്രിക് ഓക്സൈഡായി മാറുന്നു. നൈട്രിക് ഓക്സൈഡ് രക്തധമനികളെ വികസിപ്പിക്കുന്നു. ഓക്സിജൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേരാൻ ഇത് സഹായിക്കുന്നു. ഇത്രയധികം ഗുണങ്ങളുണ്ടെങ്കിൽ ഇവ അമിതമായി കഴിക്കാനും പാടില്ല. അധികമായാൽ അമൃതം വിഷമെന്ന് സാരം.